മുറ്റത്ത് അശോകന്റെ കാർ വന്ന് നിന്നപ്പോ ശാന്തകുമാരി ജനൽപ്പാളി തുറന്ന് അവിടേക്കൊന്ന് നോക്കി. രാവിലെ മുതല് നെഞ്ചിലും മനസ്സിലും ഒരേപോലെ ആളി കത്തി തുടങ്ങിയ തീയാണ്. ശ്രീഹരി തിരിച്ചു വരുമ്പോ ആ കൂടെ നന്ദമോളുടെ അച്ഛനും കാണില്ലെന്നോർത്തിട്ട് ഇതുവരെ അവര് ജലപാനം പോലും കഴിച്ചിരുന്നില്ല. ആ കുഞ്ഞിന്റെ ഭാവി ഇനി എന്തായി തീരുന്നോർത്തിട്ട് ആദ്യമായിരുന്നു അവർക്ക്. ഇടയ്ക്കിടെ ശാന്തകുമാരി സ്വയം മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഇതിന്റെ ഇനിയുള്ള ജീവിതം എങ്ങനെയായ തനിക്കെന്താ? തന്റെ ആരുമല്ലല്ലേ കുഞ്ഞ്. കുറച്ചു ദിവസമായി കൂലി വാങ്ങിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നതിലപ്പുറം ഒരു ബന്ധവും തനിക്ക് അതിനോടില്ല. ആരുടെ ചോരയിൽ പിറവിയെടുത്ത ഇതിന്റെ ജീവിതത്തോർത്ത് താൻ വ്യാകുലപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കുഞ്ഞു പോകുന്നെങ്കിൽ അത് സ്വന്തം അച്ഛന്റെ ചാരയ്ക്കാണ്. താൻ ശ്രദ്ധിക്കുന്നതിന്റെയൊക്കെ 100 ഇരട്ടി കരുതൽ ഇതിനോട് അവർക്കുണ്ടാവും. എന്നാ വീണ്ടും നന്ദമ്മളുടെ മുഖത്ത് ചിരി തന്നെ കാണുമ്പോ സ്വന്തം അമ്മയെ കണ്ടതുപോലെ ആവേശം കാണുകെ ശാന്തകുമാരിയുടെ മനസ്സിടറും. രാജശേഖരന്റെ ദുഷ്ടതകൾ കൂടി ഓർമ്മ വന്നതോടെ ശാന്തകുമാരിക്ക് തോന്നും, ആരാരും കാണാതെ ഈ കുഞ്ഞിനെയും എടുത്ത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഓടിപ്പോയാലോ എന്ന്. അടുത്ത നിമിഷം തന്നെ അവർക്ക് മനസ്സിലാവും ഒന്നൊന്നും ചെയ്യാൻ പറ്റാതെ താൻ വെറും നിസ്സഹായാണെന്ന്. ഉച്ചയ്ക്ക് സുമതിമ്മ വിളമ്പി വെച്ചിരിക്കുന്ന ചോറെടുത്ത് കഴിക്കഴിഞ്ഞിട്ട് ശാന്തകുമാരിക്ക് അവരുടെ വായിൽ നിന്നും നല്ല വഴക്ക് തന്നെ കേൾക്കേണ്ടി വന്നു. നിനക്ക് വിശപ്പില്ലെന്ന് ഇപ്പോഴാണ് എഴുന്നേൽപ്പിക്കുന്നത്? വേണ്ടായിരുന്നെങ്കിലേ ഞാൻ വിളമ്പ് മുമ്പ് പറയണായിരുന്നു. അല്ലാതെ ചോറ് വിളമ്പി കഴിയുമ്പോൾ നിന്റെ വിശപ്പ് കെട്ടുപോയെന്നും മനസ്സിലാവാനുള്ള മാന്ത്രിക വിദ്യയൊന്നും എനിക്കറിയില്ല. മര്യാദക്കൊന്നതെടുത്ത് കഴിച്ച് പാത്രം കഴുകി വെക്ക്. തമ്പ്രാട്ടിയുടെ അമൃതത്തിൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുക്കള അടയ്ക്കാൻ. അവിടെ ഇരുന്നോട്ട് സുമതി ചേച്ചി, ഞാൻ വൈകിട്ട് പോകും മുമ്പ് കഴിച്ചോളാം. ഇപ്പൊ എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? വെറുതെ ഞാൻ അതിൽ കൈയിട്ട് വാരിയിട്ട് എല്ലാം കൂടെ എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കളയണ്ടല്ലോ. വേസ്റ്റ് ബക്കറ്റിൽ കളയാനോ? എന്റെ മുമ്പിൽ വെച്ച് നീ അത് കളയോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്തു നോക്കടി. അതുമല്ല, എന്റെ മേശപ്പുറത്തുന്ന ആഹാരം ഈ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിവിടെ നടപ്പില്ല താനും. നിനക്ക് വേണ്ടെങ്കിൽ രാവിലെ തന്നെ തലയിൽ ചുമന്നോണ്ട് വന്ന സഞ്ചിയില്ലേ, അതിനകത്തോട്ട് വാരി വെക്ക്. വൈകിട്ട് വീട്ടിൽ പോയിട്ട് വാരി വിഴുങ്ങാം. സുമതിയമ്മ അവളെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചിട്ടേ അടങ്ങിയുള്ളൂ. തൊണ്ടയ്ക്ക് കീഴെ ആഹാരം ഇറങ്ങാഞ്ഞിട്ട് ശാന്തകുമാരി ഓരോ പിടി ചോറുവാരി വായിൽ വെച്ച ശേഷം ഒരു കവിൾ വെള്ളം കുടിച്ച് അതങ്ങ് വിഴുങ്ങും. നീ ആരെ കാണിക്കാനാടി ഈ സങ്കടം അഭിനയിക്കുന്നത്? ആ കുഞ്ഞിനെ അത് തന്തവന്ന് കൊണ്ടുപോകുന്നതിലാണോ രാവിലെ മുതൽ നീ അതിനെ എടുത്ത് ഏണി വെച്ച് പൂങ്കണ്ണീരൊഴുക്കി ഈ വീടിനെ വല വെച്ച് നടക്കുന്നേ? ആ കൊച്ചിന് നല്ല കാലം വരുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലയോടി? അതിനെങ്ങനെ? ആ കൊച്ചിന്റെ പേരും പറഞ്ഞോണ്ടല്ലേ നീ കുറെ നാളായി ഇവിടെ കിടന്ന് സുഖിച്ചു വാഴുന്നേ. ഇനി ഇത് നടക്കില്ലെന്ന് ഓർത്തപ്പോ നീയല്ല, നിന്റെ സ്ഥാനത്ത് ആരായാലും കരഞ്ഞു പോവും. ശാന്തകുമാരി അതിനൊന്നും ഒറ്റക്ഷരം മറുപടി പറയാനേ പോയില്ല. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ അവർ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുമായിരുന്നു. നന്ദമ്മളെ കുളിപ്പിച്ച് പുത്തനുടുപ്പ് കിടിയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അശോകന്റെ കാറ് വരുന്നത്. പതിവില്ലാത്ത വണ്ണം തന്നെ പുത്തനുടുപ്പ് അണിക്കുന്നത് കണ്ട് അവൾ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി ഇതെന്തൊക്കെയാണെന്ന് തന്നോട് ചോദിക്കുകയെന്ന് ശാന്തകുമാരിക്ക് തോന്നിയിരുന്നു. അവളുടെ കുഞ്ഞിളം നെറ്റിയിൽ ഈറൻ തുടിക്കുന്ന ഒരൊറ്റ ഉമ്മയായിരുന്നു അതിന് ശാന്തകുമാരി കൊടുത്ത മറുപടി. കാറിൽ നിന്നും രാജശേഖരൻ ഇറങ്ങാതായപ്പോ സുമതിയമ്മ കാറിനടുത്തേക്ക് ചെന്ന് പിൻ സീറ്റിലേക്ക് തല ചേച്ച് നോക്കുന്നത് ശാന്തകുമാരിക്ക് കാണായിരുന്നു. ശാന്തകുമാരി തിരികെ നന്ദമ്മളുടെ അടുത്തേക്ക് ചെന്നു. ഭിത്തിയിൽ പിടിച്ച് വിറച്ച് വിറച്ച് കാട്ടിൽ നിൽക്കുമായിരുന്നു അവള്. ഭിത്തിയിൽ നിന്നും പിടിവിട്ട് ശാന്തകുമാരിയുടെ ദേഹത്തേക്ക് ചാടി വീണു പോയല്ലോടി പൊന്നുമോളെ. ശാന്തകുമാരി അവളെ വാരിയെടുത്തു. ആരൊക്കെയാ വന്നേക്കുന്നെന്ന് നമുക്ക് പോയി നോക്കാം. മോളുടെ അച്ഛയ്ക്ക് വന്നിട്ടുണ്ടല്ലോ. ശാന്തകുമാരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അവിടെ ശ്രീഹരിയെ മാത്രം കാണാനില്ല. എന്തോ പറഞ്ഞു നിർത്തിയതുപോലെ അശോകൻ ഒരു ശൂന്യ ബിന്ദുവിലേക്ക് നോക്കിയിരിപ്പുണ്ട്. സുമതിയമ്മ അവിടെ വിശ്വസിക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ താടിക്ക് കൈവെച്ച് നിൽക്കുകയാണ്. ഇതെന്തു കൂത്ത്? ലോകത്ത് ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങള്. അവളാള് തരക്കേടില്ലല്ലോ. സുമതിയമ്മ ആത്മഗതം എന്നോണം പോലെ പറഞ്ഞു. അവരുടെ കണ്ണുകളിൽ അപ്പോഴും ഒരു അത്ഭുത ഭാവം കാണാം. അവൾക്ക് അവനെ വേണം. അവനുണ്ടാക്കിയിട്ട് നട തള്ളിപ്പോയ കുഞ്ഞിനെ വേണ്ട. ഈ കാലത്തെയൊക്കെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്ന നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. രണ്ടിനെയും അടിച്ച് നാട് കടത്താനുള്ള പകരം സർവ്വ സംരക്ഷണം നൽകി കാവലെറിയുന്ന പോലത്തെ നാട്ടുകാര്. അത്രയുള്ളൂ നാട്ടുകാരുടെ വകത്തിരിവെന്ന് കൂട്ടിയാൽ മതി. അല്ല അശോക? നിങ്ങൾക്ക് പറയാൻ വയ്യായിരുന്നോടാ
ഇവളൊരു പെണ്ണിന്റെ കെട്ടിയോനെയും തട്ടിക്കൊണ്ടു വന്ന നിങ്ങളുടെ മുമ്പ് ഈ പവിത്രത കളിക്കുന്നെന്ന്. അവളെന്തായാലും രാജുനെ തട്ടിയെടുത്തുകൊണ്ട് വന്നാന്ന് അവിടെ ഇറങ്ങി നടന്ന് വിളംബരം ചെയ്തൊന്നും കാണില്ലല്ലോ. അതിന് രാജു അവിടെ ഉണ്ടെന്ന് ആ സ്ത്രീ ഏറ്റിട്ടില്ലല്ലോ ആന്റി. അവള് പറഞ്ഞത് അവിടെ ഭർത്താവിന്റെ പേര് രാജു എന്നല്ലെന്നാ. ഇനി നിങ്ങക്ക് ആള് മാറിപ്പോയതാണോ അശോക? രാജു പൊറുക്കുന്ന വീടാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെന്ന് കയറിയത് വേറെന്തെങ്കിലും തെണ്ടിക്കൂട്ടങ്ങളുടെ വീട്ടിലേക്കാണോ? അല്ല, അവള് തന്നെ ആള്. അവളെ ശ്രീഹരി കണ്ടിട്ടുള്ളതല്ലേ. അതുമല്ല, ആ വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾക്ക് വീട് കാണിച്ചു തരാൻ വന്ന ആ ചെക്കൻ ശ്രീഹരിയുടെ മൊബൈൽ ഫോട്ടോയിൽ രാജുവിനെ കാണിച്ചപ്പോ ആ സ്ത്രീയോടൊപ്പം ഉള്ള ഫോട്ടോയിൽ കാണുന്ന ആളാണെന്ന് ഓട്ടോ ഡ്രൈവർ വരെ സമ്മതിച്ചതല്ലേ. എങ്കിൽ പിന്നെ ആ വീട്ടിൽ കയറി അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇടാൻ വയ്യായിരുന്നോ നിങ്ങൾക്ക്? നല്ല തണ്ടും തടിയുള്ള 2 ആണുങ്ങളായിരുന്നില്ലേ നിങ്ങള്? പോരാത്തതിന് നിങ്ങളുടെ കൂടെ ഓട്ടോ ഡ്രൈവറും. ആ ചെക്കനും ഇല്ലായിരുന്നോ? ആര് പേടിക്കാനായിരുന്നു നിങ്ങൾക്ക്? അവൾ എന്തോ ചെയ്യുമെന്ന് നമുക്ക് കാണായിരുന്നല്ലോ. എന്റെ ആന്റി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അവിടെ നിന്ന് അവർക്കെതിരെ ഒരു ഒറ്റ വാക്ക് കൂടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 2നെ അവർ കൊന്നത്തെങ്കി പിടിച്ച് കെട്ടിയിട്ടേനെ. കൂടെ വന്ന ആ ചെറുക്കനും ഓട്ടോക്കാരനും അവിടെ ആളിറങ്ങി വരുന്നത് കണ്ടപ്പോഴേ ഓട്ടോ എടുത്ത് സ്ഥലം വിട്ടു. ഇതുപോലെ നാടും കുറെ മനുഷ്യന്മാരും അവിടെ മാത്രമേ കാണൂ. നീ ഒരു നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് നിനക്ക് പറയാൻ വയ്യായിരുന്നോടാ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പദവി വഹിക്കുന്ന ആള് അവിടെ ഉള്ളതല്ലേ. ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് നിൽക്കുവാണെന്ന് പറഞ്ഞാലും അത് അവർക്ക് ഒരു പ്രശ്നമില്ല ആന്റി. ആ നാട്ടില് ആ കഴിവേറുകൾ പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല. എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ സന്തതി എടുത്തോണ്ട് ഞാനും കൂടെ വന്നാ മതിയായിരുന്നു. സ്വന്തം മകനല്ലേ. അവൻ വന്ന് കുഞ്ഞിനെ മാന്യമായി എടുത്തു പോട്ടെ എന്ന് കരുതിയത് അശോക നമ്മൾ ചെയ്ത തെറ്റ്. നാശത്തിന് എടുത്തോണ്ട് പോയി ആ വീട്ടിൽ കളഞ്ഞേച്ച് പോരണായിരുന്നു നമ്മള്. അവനതിനെ കൊല്ലോ വളർത്തോ എന്തു വേണേ ചെയ്യട്ടെ എന്ന് വെക്കണായിരുന്നു. ഇതാ പറഞ്ഞത്, ആരോടും ഒരു പൊടിക്ക് പോലും അനുകമ്പ കാണിക്കാൻ നിൽക്കരുതെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം അടഞ്ഞു പോയാൻറ്റി, ഇനി അത് വിട്ടേക്കുക. രാജു സ്വമനസാൽ ഇവിടെ വരുന്നോ അന്നേ നമുക്കവർ നേരി കാണാൻ പറ്റൂ. ഇനി അവനെ അവിടെ വെച്ച് കണ്ട തന്നെ നമ്മളാരെയും തിരിച്ചറിഞ്ഞ ഭാവം പോലും ചിലപ്പോ കാണിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇനി അവനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്നവന് തന്റെ കുഞ്ഞിനെ കാണുന്നു തോന്നുന്നു. അന്ന് വരട്ടെ. നീ എന്താ ചൊകി പറയുന്നേ? അവനല്ലാതെ ഈ കൊച്ചിന്റെ കാര്യത്തിന് ആര് നോക്കാനാ? അവൻ തോന്നുമ്പോ വന്നാ മതിയെങ്കിൽ അതുവരെ ഈ കൊച്ചിനെ ആര് സംരക്ഷിക്കും? അത് ആന്റി ശ്രീഹരി ചേർന്ന് ഒരു നല്ല തീരുമാനം എടുക്കുക. അതേ നിവർത്തിയുള്ളൂ ആന്റി. അതൊരു മനുഷ്യ കുഞ്ഞല്ലേ. അതിനും ഈ ഭൂമി ജീവിച്ചല്ലേ മതിയാവൂ. അത് ജീവിക്കണമെന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതം താറുമാറാക്കി കളയണോ മോനെ? ആ കുഞ്ഞിവിടെ ജീവിച്ച നശിച്ചു പോകുന്നത് നമ്മുടെ ശ്രീഹരിയുടെ ജീവിതം സ്വപ്നങ്ങളൊക്കെ ആയിരിക്കൂടാ. അതെന്താ നിങ്ങളൊന്നും മനസ്സിലാക്കാത്തെ? താനിന്ന് മാധവപ്പണിക്കരെ പോയി കണ്ട് എന്തുവിന്റെ ശ്രീഹരിയുടെ കല്യാണക്കാര്യത്തില് ഒരു തീരുമാനം എടുത്തത് സുമതിയമ്മ അശോകനോട് പറഞ്ഞു. അവരൊക്കെ കരുതിയിരിക്കുന്നത് മൗനം കൊണ്ട് സമ്മതം മൂളിയിരിക്കുന്നതും രാജു വന്ന് ആ കുഞ്ഞിനെ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റെടുത്തു കൊണ്ടുപോകും എന്ന് കരുതിയിട്ടാ. എന്നിട്ടും അർദ്ധ മനസ്സുള്ളവർക്ക് കല്യാണിക്കുട്ടി പറഞ്ഞത് ഈ കുഞ്ഞിന്റെ കാര്യത്തിലുള്ള തീരുമാനം എന്തായാലും അത് നടത്തിയിട്ട് മതി. ഇന്ദുവിന്റെ കാര്യത്തിലെ കുറിച്ചുള്ള ആലോചന എന്നാ. രാജുവിനെ കാണാൻ പോയ ഈ വിധമായെന്ന് അവരുടെ ചെവിയിലെങ്ങാൻ എത്തിയ അതോടെ തീർന്നു ഈ ബന്ധം. അവരാരും ചോദിക്കാനോ പറയാനോ വരത്തില്ല. പക്ഷെ ഒരുപാട് നാളായി എന്റെ കുഞ്ഞു മനസ്സിട്ട് വളർത്തിയെടുത്തതാ അവന്റെ സ്വപ്നം. അതോടെ കരിഞ്ഞു പോവില്ലേടാ. അവന്റെ സങ്കടം കാണാൻ എനിക്കോ നിനക്ക് കഴിയോ അശോക? എന്തുമായിട്ടുള്ള ബന്ധം നടന്നില്ലെങ്കിൽ തന്നെ മറ്റൊരു ബന്ധം വരേണ്ടതല്ല അവന്. അങ്ങനെ വരുന്നവര് ഇവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടിട്ട് പോയാ അതിന്റെ ചുമതലകൾ മുഴുവൻ വഹിക്കുന്ന ശ്രീഹരിയാണെന്നും വന്ന കയറേണ്ട പെണ്ണ് കൂടി ബാധ്യത ഏറ്റെടുക്കാന്ന് വെച്ചാ ആര് തരും മോനെ എന്റെ കുഞ്ഞിനൊരു പെണ്ണ്? അതോ ചേട്ടന്റെ കൊച്ചിനെയും വളർത്തി അവൻ കാലം കഴിച്ചാൽ മതിയെന്നോ? ഒരു 2 ദിവസം അതിനെ കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞ ജയറിയമ്മ കേക്കത്തില്ല. അല്ല, അവരെ മാറ്റം കുറ്റപ്പെടുത്തണ്ട. ശ്രീഹരിയും ഞാനൊക്കെ ഈ കുഞ്ഞിന്റെ ചുമതല ഏറ്റെടുത്ത് വളർത്തണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ തയ്യാറാവോ ഇതിനെ 2 ആഴ്ച കൊണ്ടുപോയി നിർത്തി നോക്കാൻ? 1 ആഴ്ച വേണ്ട, 2 ദിവസം പൂർണ്ണമായി നിർത്തി നോക്കൂ അവനൊക്കെ. 4 വഴിയിൽ നിന്നും എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാം വലിയ മിടുക്കരാ. ഉള്ളത് പറയാലോ അശോക, എന്റെയും എന്റെ കൊച്ചിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഇതിനിവിടെ വെച്ച് വഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
വയസ്സാം കാലത്ത് എനിക്ക് ഇത്തിരി സമാധാനം വേണം. അതിനി സ്വന്തം മക്കൾ വിലങ്ങതടിയായി നിന്നാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. മക്കളോട് ചെയ്യേണ്ട എല്ലാ കടമയും ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വയ്യ. മനസ്സുമടുത്ത് എന്തെങ്കിലും അസുഖം പിടിപെട്ട് ഒരു മൂലയ്ക്ക് കിടന്ന ആരിയ്ക്കുന്നു ഇവിടെ എന്നെ നോക്കാൻ? അശോകൻ ഒട്ടുനേരം അവർ നോക്കിയിരുന്നു. അവർ പറഞ്ഞതിൽ കുറെയൊക്കെ കാര്യങ്ങൾ ശരിയാണ് എന്ന് കരുതി എവിടെങ്കിലും കൊണ്ട് നിഷ്രൂപണം ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ ഈ കുഞ്ഞിനെ? ആന്റിയുടെ മനസ്സിലെന്താ? എന്തെന്ന് വെച്ചാ തുറന്ന് പറയാ. ഈ കുഞ്ഞിനെ ജീവിക്കാനും സംരക്ഷിക്കാനായിട്ട് ഒരിടണ്ടെങ്കിൽ കുഞ്ഞെ നമുക്ക് അവിടേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇതിനെ കരുതി കുടുംബ ബന്ധങ്ങൾ തകരാനും മനുഷ്യർ തമ്മിൽ ശത്രു മനോഭാവം പുലർത്താനും പാടില്ല. അശോകൻ തന്റെ വഴിക്ക് വരുന്നത് കണ്ടപ്പോ സുമതിയമ്മ ഒരു ദീർഘശ്വാസം വിട്ടു. ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.